ഐക്യരാഷ്ട്രസഭ ഏജൻസികളെയെല്ലാം മാറ്റി നിർത്തി ഗസയിലെ സഹായ വിതരണം ഏറ്റെടുത്ത സന്നദ്ധ സംഘത്തെക്കുറിച്ചുള്ള സംശയാസ്പദമായ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു. അമേരിക്കയും ഇസ്രായേലും സ്പോൺസർ ചെയ്യുന്ന ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന GHFനെ കുറിച്ചാണ് പറയുന്നത്. ഗസയിൽ ഇസ്രായേലിന്റെ നിഗൂഢ പദ്ധതികൾ നടപ്പാക്കാനായി ചാരിറ്റിയുടെ പ്രച്ഛന്ന വേഷമണിഞ്ഞെത്തിയ സംഘമാണ് GHF എന്നാണ് ഹമാസ് വിമർശിക്കുന്നത്. ഭക്ഷണം വിതരണം ചെയ്താലും അവരെ സൂക്ഷിക്കണമെന്ന് ഗസക്കാർക്ക് സംഘടന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. UN മനുഷ്യാവകാശ ഏജൻസിയും സംഘത്തിനെതിരെ വിമർശനമുയർത്തി. രാഷ്ട്രീയ സൈനിക താൽപര്യങ്ങളാണ് GHFന് പിന്നിലുള്ളതെന്നും പട്ടിണിയെ ആയുധമാക്കുകയാണ് അവർ ചെയ്യുന്നതെന്നുമാണ് UN ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ടോം ഫ്ലെച്ചർ ആരോപിച്ചത്. അത്തരം ആരോപണങ്ങളും വിമർശനങ്ങളും ശരിവെക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ആസൂത്രണത്തിന് വേണ്ട കൺസൾട്ടിംഗ് സഹായങ്ങൾ നൽകിയ US കമ്പനി ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ BCG സംഘവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചതായുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഫൗണ്ടേഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ സ്വതന്ത്ര അന്വേഷണ സംഘത്തെയും കമ്പനി നിയമിച്ചിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഡയറക്ടറായിരുന്ന ജേക്ക് വുഡ് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തി നേരത്തെ തന്നെ സ്ഥാനമൊഴിയുകയും ചെയ്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരമാണ് 2024 ഒക്ടോബറിൽ BCG ദൗത്യം ഏറ്റെടുക്കുന്നത്. ഗസയിൽ മാനുഷിക സഹായങ്ങൾ വിതരണം ചെയ്യാനുള്ള പുതിയ ചാനൽ ഒരുക്കുകയായിരുന്നു ഇസ്രായേൽ പദ്ധതി. ഇതിന്റെ രൂപകൽപ്പനയും ആസൂത്രണവും നിർവഹിക്കാനുള്ള ചുമതലയായിരുന്നു US കമ്പനിക്ക് ലഭിച്ചത്. കമ്പനി സൗജന്യ സേവനമായി ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ചാരിറ്റിക്ക് മറവിലെ ഇസ്രായേൽ നിഗൂഢ താൽപര്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ തലപൊക്കിയതോടെയാണ് BCG ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചത്. ഗസയിലെ തുടർ പ്രവർത്തനങ്ങളെല്ലാം മെയ് 30 നിർത്തിവെച്ചു എന്നാണ് BCG വക്താവ് അറിയിച്ചത്. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഔദ്യോഗിക തലത്തിൽ അവലോകനം ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഗസയിലെ ദൗത്യത്തിന് നേതൃത്വം നൽകിയിരുന്ന ആളെ അവധിയിൽ വിട്ടിരിക്കുകയാണെന്നും വക്താവ് വെളിപ്പെടുത്തി. അതേസമയം GHFന് വേണ്ടി എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്തതെന്ന് BCG വ്യക്തമാക്കിയിട്ടില്ല. BCGയുടെ പിന്മാറ്റത്തിന് മുമ്പ് തന്നെ ജേക്ക് വുഡ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഡയറക്ടർ സ്ഥാനത്തു നിന്നും രാജിവെച്ചിരുന്നു. മാനവികത, നിഷ്പക്ഷത, സ്വാതന്ത്ര്യം തുടങ്ങിയ മാനുഷിക തത്വങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് GHFന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായതുകൊണ്ടാണ് സ്ഥാനമൊഴിയുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. US മുൻ നാവിക സൈനികനും ദുരിതാശ്വാസ ഏജൻസിയായ ടീം റൂബിക്കൻ തലവനുമാണ് ജേക്ക് വുഡ്. അതേസമയം BCG പിന്മാറ്റത്തെക്കുറിച്ച് പ്രതികരിക്കാൻ GHF തയ്യാറായിട്ടില്ല. എന്നാൽ ദൗത്യവുമായി മുന്നോട്ടു പോകുമെന്നാണ് ഫൗണ്ടേഷൻ വ്യക്തമാക്കിയത്. സഹായത്തിനായി കേഴുന്ന മനുഷ്യർക്ക് ഭക്ഷണം എത്തിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഞങ്ങൾ മുന്നോട്ടു പോകുന്നത്. നിലവിൽ വിപുലമായും സുരക്ഷിതമായും നിരന്തരമായും ആ സേവനങ്ങൾ ചെയ്യുന്ന ഏക സംഘടന തങ്ങൾ മാത്രമാണെന്നും GHF അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും ചാരിറ്റിയുടെ മറപിടിച്ചുള്ള ഇസ്രായേൽ നിഗൂഢ നീക്കങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടിയായിരിക്കുകയാണ് US കമ്പനിയുടെ പിന്മാറ്റം. നേരത്തെ UN ഏജൻസികളും മറ്റ് സന്നദ്ധ സംഘങ്ങളുമെല്ലാം സംഘത്തെ ബഹിഷ്കരിച്ചിരുന്നു. ഗസയിലെ ഫലസ്തീനികളെ കുടിയിറക്കാനുള്ള ഗൂഢ പദ്ധതികൾക്കുള്ള നിലമൊരുക്കുകയാണ് ചാരിറ്റിയുടെ മറവിൽ ഫൗണ്ടേഷൻ ചെയ്യുന്നതെന്നാണ് എല്ലാവരും ആരോപിക്കുന്നത്. അന്താരാഷ്ട്ര മാനുഷിക തത്വങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് സംഘത്തിന്റെ പ്രവർത്തനമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഗസയിലേക്കുള്ള സഹായങ്ങൾ ഹമാസിന്റെ കൈകളിലെത്തുന്നത് തടയാൻ വേണ്ടിയാണ് ഇത്തരമൊരു ചാരിറ്റി സംഘടനയ്ക്ക് രൂപം നൽകിയതെന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത്. എന്നാൽ ഈ വാദങ്ങൾ UN ഉദ്യോഗസ്ഥർ തള്ളിയിട്ടുണ്ട്. സഹായങ്ങൾ ഹമാസ് കേന്ദ്രങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്നത് തങ്ങൾ കണ്ടിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. GHF ജീവകാരുണ്യ സംഘടനയല്ലെന്നാണ് ഹമാസ് വിമർശനം. ജീവകാരുണ്യത്തിന്റെയും ആതുര സേവനത്തിന്റെയും മറവിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും രാഷ്ട്രീയ താൽപര്യങ്ങൾ നടപ്പാക്കാൻ ഇറങ്ങിയ നിഗൂഢ സംഘമാണവർ. ഇസ്രായേൽ സൈനിക ഓപ്പറേഷന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ വിജയിപ്പിച്ചെടുക്കാനുള്ള നിലമൊരുക്കുകയാണ് ഫൗണ്ടേഷൻ. ഇങ്ങനെ പോകുന്നു പ്രധാന ആരോപണങ്ങൾ. ഗസയിൽ നിയന്ത്രണം ഉറപ്പിക്കാനുള്ള ഇസ്രായേൽ തന്ത്രം നടപ്പാക്കുകയാണ് ഫൗണ്ടേഷൻ. ഇവരുടെ സഹായ വിതരണ കേന്ദ്രങ്ങളെല്ലാം ഇസ്രായേൽ സൈന്യത്തിന്റെയും സുരക്ഷാ ഏജൻസികളുടെയും മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഗസക്കാരുടെ സ്വാതന്ത്ര്യത്തിലേക്കും അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കും നുഴഞ്ഞുകയറി പതുക്കെ മുനമ്പിൽ നിയന്ത്രണം പിടിച്ചെടുക്കുകയാണ് സംഘം ലക്ഷ്യമിടുന്നത്. ഇവിടെ നിന്ന് സഹായം സ്വീകരിക്കുന്നവരിൽ നിന്ന് ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. വിരലടയാളവും ഫേസ് ഐഡന്റിഫിക്കേഷനും വരെ ശേഖരിക്കുന്ന വിവരങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇസ്രായേലിന്റെ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് കൈമാറാൻ വേണ്ടിയാണ് ഈ വിവരശേഖരം. ഫലസ്തീൻ ജനതയുടെ സ്വകാര്യതയ്ക്കും സുരക്ഷയ്ക്കും കടുത്ത ഭീഷണിയാണിത് ഉയർത്തുന്നത്. സന്നദ്ധ സംഘത്തിന്റെ കുപ്പായമിട്ട് ചാരപ്രവർത്തനമാണ് സംഘം നടത്തുന്നതെന്നും ഹമാസ് ആരോപിക്കുന്നു.